ഒരു യാത്രയുടെ ഇടയിലെ ഒരു ചെറിയ കാഴ്ചയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആങ്ങമൂഴിയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കുള്ള യാത്ര. KSRTC ബസ്സിലായിരുന്നു യാത്ര. ചുറ്റിനുമുള്ള കാഴ്ചകളും മഞ്ഞും ചെറിയ മഴച്ചാറ്റിലും ഒക്കെ ആസ്വദിച്ച് ആ കാറ്റൊക്കെ നുകർന്ന് എവിടെങ്കിലും ആനയെ കാണാൻ പറ്റുമോ, കാട്ടുപോത്തിനെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അങ്ങനെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കൊച്ചുപമ്പ കഴിഞ്ഞ് ആനച്ചാൽ ചെരുവിനടുത്തെത്തിയപ്പോൾ KSRTC ഡ്രൈവർ വണ്ടി നിർത്തി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: നോഹയുടെ പെട്ടകമുണ്ടാക്കിയ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ചോദ്യം പെട്ടെന്ന് ഒരു അതിശയം തോന്നി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം, നമ്മൾ വളരെ അതിശയത്തോടെ വായിച്ചെടുത്ത ഒരു കാര്യം, കേട്ടിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ നിൽക്കുന്നതാണ് ഗോഫർ മരങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. എല്ലാവരും ആ മരത്തിലേക്ക് കണ്ണറിഞ്ഞു. ആ മരത്തിന് ഒരു കുറച്ച് പ്രത്യേക ഭംഗികളുണ്ടായിരുന്നു. ആ മരത്തടി വളരെ തെന്നലുള്ള, വളരെ തിളക്കമുള്ള, മിനുസമുള്ള ഒരു മരത്തടി പോലെയാണ് കണ്ടത്. അതിന്റെ ഇലകളിലേക്ക് നോക്കിയാൽ ഇലകളുടെ രണ്ട് അഗ്രങ്ങളും കുന്തം പോലെ മൂർച്ചയുള്ള ഇലകളായിട്ടാണ് കണ്ടത്. നല്ല പച്ചപ്പുള്ള ഇല. അതിന്റെ താഴത്തെ വേരുകളൊക്കെ തൊട്ടപ്പുറത്തുള്ള ആറിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് കൂടുതൽ വെള്ളം കൃത്യമായി കിട്ടുന്നുണ്ടാകാം. കാട്ടിൽ ഒരുപാട് മരങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത മരങ്ങൾ. അതിലൊന്നാണ് ഈ ഗോഫർ മരം. നമ്മൾ KSRTC ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ആ മരത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ആ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് കാറിൽ പോവുകയാണെങ്കിൽ ഈ ഗോഫർ മരം ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയാതെ വരും. എന്തായാലും ഇനിയുള്ള ഗവി യാത്രകളിൽ ഒന്ന് ഓർത്തു വെക്കുക, ഈ ഒരു സ്ഥലത്ത് നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയ ഗോഫർ മരങ്ങൾ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു തന്നത്. ഉൽപ്പത്തി പുസ്തകത്തില് 6 അധ്യായം 14 വാക്യത്തില് അത് കൃത്യമായി പറയുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ദൈവം നോഹയോട് കൽപ്പിച്ചു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന്റെ അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അങ്ങനെയാണ് ആ വരികൾ പോകുന്നത്. അതിന് മുമ്പും കുറച്ച് വരികളുണ്ട്. അതിന് അങ്ങനെ ഒരു പെട്ടകം ഉണ്ടാക്കേണ്ട കാരണങ്ങളെക്കുറിച്ചും അത് തുടർന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നോഹയ്ക്ക് വ്യക്തമായി ദൈവം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മരത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ വെള്ളത്തിൽ ഇങ്ങനെ മഹാപ്രളയം വരികയാണ്, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു മരമായിരിക്കണമല്ലോ, തടിയായിരിക്കണമല്ലോ. ദൈവത്തിന് തീർച്ചയായും അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുണ്ട്. അപ്പൊ ഈ മരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും പച്ചത്തടി മുറിച്ചിട്ടാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം, ആഗ്രഹപ്രകാരം ജർമ്മനിയിൽ നിന്ന് ഏതൊരു ശാസ്ത്രജ്ഞൻ അവിടെ വരികയും അത് ഗോഫർ മരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യയില് ഗവിയിൽ മാത്രമാണ് ഈ ഗോഫർ മരങ്ങൾ ഉള്ളതെന്ന് പറയും. നമ്മളിപ്പോൾ കാണുന്നത് 1-2 മരങ്ങളാണെങ്കിലും ചിലപ്പോൾ കാടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ മരങ്ങൾ കാണാൻ പറ്റുമായിരിക്കാം. ഈ മരത്തിന് ഒരു ശാസ്ത്രീയ നാമം ഉണ്ടാവുമല്ലോ. പോഡോകോർപ്പസ് നെജിയാന എന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ തമിഴിൽ അതിന് നിറംപല്ലി എന്ന് പറയുന്നുണ്ട്. കന്നഡയിലെ കരിന്തുമ്പി എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ പല പേരുകൾ ഈ മരങ്ങൾ, ഇപ്പോൾ ഈ എപ്പോഴും ഓരോ മരങ്ങൾക്കും നാടിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെതായ പേരുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ നിറംപല്ലി എന്നും അല്ലെങ്കിൽ കരിന്തുമ്പി എന്നൊക്കെയുള്ള പേരുകൾ വന്നത്. പക്ഷേ ഈ പേരിടുമ്പോഴും ഒരുപക്ഷെ ഈ നോഹയുടെ പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവം നിർദ്ദേശിച്ച ബൈബിൾ ഒരിടത്തു മാത്രം എഴുതപ്പെട്ട മരമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ ആളുകൾ ഈ പേരിടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് പൂക്കാതെ കായ്ക്കുന്ന മരമെന്നാണ് പറയുന്നത്. അതെത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ മരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഫോറസ്റ്റ് അധികാരികളിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്. എന്തായാലും ഗവി വഴിയുള്ള യാത്രയിൽ ഇനിയും പോകുമ്പോൾ ഈ ഗോഫർ മരത്തെ കാണാതെ പോകരുത്. അതൊരു കാഴ്ച തന്നെയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് 2 കാലങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടിക്കെട്ടാണ് ആ മരം. മറ്റൊരു കാര്യം പറയുന്നത്, ഈ മരത്തിന് പുതിയ കിളിപ്പുകൾ, പുതുതായിട്ട് തന്നെ കിളിപ്പിച്ചെടുക്കാൻ, കൂടുതൽ മരങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ പല കാര്യങ്ങളായി ശ്രമിച്ചിട്ടും അതിന്റെ കമ്പുകൾ വെട്ടി നട്ടിട്ടും അല്ലെങ്കിൽ വേരുകൾ പതിവെച്ചിട്ടും ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോ എന്തോ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അതിനെ കിളിപ്പിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അതിലേക്ക് എത്തപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനൊരു അറിവ്, ഞാൻ കണ്ടൊരു കാഴ്ച, ഞങ്ങൾ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കണ്ട കാഴ്ച,
പങ്കുവെക്കാൻ കഴിയുന്നതാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. KSRTC ബസ്സിലെ പ്രിയപ്പെട്ട ഡ്രൈവറിനും കണ്ടക്ടർക്കും അങ്ങനൊരു മനസ്സ് തോന്നുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ യാത്രകൾ സുന്ദരമാകുന്നത്. നമുക്ക് വീണ്ടും കാണാം.